നിങ്ങൾ പറയുന്നതിൽ എന്താണ് പുതുമ? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുകയല്ലേ? ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. ലൈംഗിക ചൂഷണ ആക്ഷേപങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതിന്റെ പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് രാഹുലിന്റെ ഈ പ്രതികരണം. തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഒരു കാര്യം ഇന്നും നിഷേധിച്ചിട്ടില്ല: ശബ്ദം തന്റേതല്ല എന്ന കാര്യം. ഇന്നത്തെ പ്രൈം സ്റ്റോറി: എന്ന് തീരും ഈ രാഹുൽ ഡ്രാമ? രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ലൈംഗിക ചൂഷണത്തിനും വഞ്ചനയ്ക്കും ഇരയായ പെൺകുട്ടികളിൽ ഒരാളിന്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. രാഹുൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ ഗർഭം ധരിച്ചതെന്ന് പെൺകുട്ടി നിസ്സഹായയായി പറയുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാം. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ല ചെയ്യുന്നത്? ഉഭയസമ്മത പ്രകാരം തന്നെയാവണം ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായത്. പക്ഷേ അതിനിടയിലും ഒരു വിശ്വാസ വഞ്ചകന്റെ മുഖം, സ്വരം എല്ലാം നമുക്ക് തിരിച്ചറിയാനാകും. വീട്ടുകാരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന് ഹൃദയം നുറുങ്ങി പറയുന്ന ഒരു പെൺകുട്ടിയോട് എത്ര നിർവികാരമായും നിരുത്തരവാദപരമായുമാണ് രാഹുൽ എന്ന പുരുഷൻ പ്രതികരിക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോകും, അവരൊറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്നും പറയട്ടെ. നിങ്ങളുടെ പ്ലാനിങ് തന്നെ, എന്റെ അല്ലല്ലോ. ശബ്ദ സന്ദേശം പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ രാഹുലിന്റെ സമീപനം പഴയതു തന്നെ. ഓർമ്മയില്ലേ? ഹൂ കെയേഴ്സ് എന്ന മട്ട്. നിങ്ങൾ പറയുന്നതിൽ, അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ എന്താണ് പുതുമ എന്നാണ് സാങ്കേതികമായി മാത്രം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം, നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോഴും ശബ്ദരേഖകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ശബ്ദം നിങ്ങളുടേത് തന്നെ അല്ലേ എന്ന്. ഇന്നുവരെ അത് നിഷേധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ചോദിക്കുമ്പോൾ മറുചോദ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആധികാരിക മനസ്സിലാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശരിയാണ്. ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് ചോദിച്ചുറപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇത് ആദ്യമല്ലല്ലോ നിങ്ങൾ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു വരുന്നത്. അന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും പരസ്യമായോ രഹസ്യമായോ നിങ്ങളത് നിഷേധിച്ചിട്ടില്ല. ഇന്നും നിഷേധിക്കുന്നില്ല. പകരം ചോദിക്കുന്നു എന്താണ് പുതുമയെന്ന്. നിങ്ങൾക്ക് ഇത് പുതുമയല്ലാത്ത ഒരു കാര്യമാകാം. പക്ഷേ തീർത്തും ദുർബലയായ, വഞ്ചനയ്ക്കിരയായ ഒരു സ്ത്രീയുടെ തേങ്ങൽ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. അവരോടുള്ള നിങ്ങളുടെ സമീപനം തികച്ചും പ്രതിഷേധാർഹമാണ്. അവരുടെ ദയനീയമായ അവസ്ഥയെ നാടകമെന്ന് പുച്ഛിക്കുന്നത് അതിക്രൂരമാണ്. ഇതെല്ലാം ഒരു യുവ പൊതുപ്രവർത്തകനിൽ നിന്നുണ്ടാകുന്നത് ഈ സമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത
പുതുമയോടെ മാത്രമേ കാണാൻ പറ്റൂ. ഇതെല്ലാം പറയുമ്പോഴും തനിക്കെതിരെ പരാതിയില്ലെന്ന സൗകര്യപൂർവ്വമുള്ള മറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം ആശ്വാസമാകുന്നത്. ഇതിനിടെ അമിതാവേശത്തോടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി നീങ്ങിയ ഇടതു സംഘടനകൾ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. തീർന്നില്ല. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും നൽകി. കാര്യം വെച്ചാൽ ഒരു കേസെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മനഃപൂർവ്വം നമ്മൾ ഇറക്കി വിടുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് പേര് വയ്ക്കാത്തതോ ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയല്ല. ഞങ്ങൾ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അയാളിപ്പോഴും MLA ആണ്. അയാളുടെ സ്ഥലത്ത് വെച്ച് നടക്കുന്ന പരിപാടി വേണമെങ്കിൽ പിന്നെ അത് പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിലൊരു രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ ശബ്ദരേഖ പുറത്തു വന്നതോടെ CPM-ന്റെ രാഹുൽ വിരുദ്ധ ബോധം വീണ്ടും ഉണർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു വരികയാണ്. ഒന്നും മിണ്ടാതിരുന്ന CPM ആണ് ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല. രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ കുറ്റിച്ചൂലായിരിക്കും പാലക്കാട് കോൺഗ്രസിൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക. കുറ്റിച്ചൂൽ ഉപയോഗിച്ചിട്ട് ദിവസങ്ങൾക്ക് മുൻപ് CPM സംസ്ഥാന സമിതി അംഗം കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നു. ഇപ്പോഴിതാ അതേ പാർട്ടിയുടെ നേതാവ് തള്ളിപ്പറയുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നത് ശരി തന്നെ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത് തരം പോലെയും തെരഞ്ഞെടുപ്പ് നോക്കിയുമാണോ? അതും ഭരണത്തിലിരിക്കുന്ന പാർട്ടി. ഈ നെറികെട്ട നിലപാടില്ലായ്മ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽമാരെ വളർത്തുന്നതും വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളെ തളർത്തുന്നതും.